ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം നഗരസഭയിൽ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ മാസം 21 നടന്ന ചടങ്ങിൽ ഏറ്റവും മുതിർന്ന അംഗമായ നന്ദൻകോട് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട KR ക്ലീറ്റസിന് ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റ് ഭരണസമിതി അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ ഭരണസമിതി മുതിർന്ന അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 47ാമത് മേയറായി VV രാജേഷ് അധികാരമേറ്റു. നഗരസഭാ ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടും UDFിൻ്റെ KS ശബരിനാഥന് 17 വോട്ടും ലഭിച്ചു. കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായാണ് VV രാജേഷ് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കരിമം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് GS ഡെപ്യൂട്ടി മേയറായി ചുമതലയേറ്റു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിൽ ആശാനാഥ് 50 വോട്ടുകൾ നേടി. LDFിൻ്റെ രാഖി രവികുമാറിന് 28 വോട്ടുകളും UDFിൻ്റെ മേരി പുഷ്പത്തിന് 19 വോട്ടും ലഭിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്ത് വരണാധികാരിയും ജില്ലാ കളക്ടറുമായ അനുകുമാരി നാവായിക്കുളം ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുതിർന്ന അംഗം BP മുരളിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് BP മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം ചേർന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ 9ാമത് പ്രസിഡന്റായി V പ്രിയദർശിനി അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 15 വോട്ടുകൾ നേടിയാണ് V പ്രിയദർശിനി ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കല്ലമ്പലം ഡിവിഷനിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായാണ് V പ്രിയദർശിനി ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. UDFിൻ്റെ ആഗ്നസ് റാണിക്ക് 13 വോട്ട് ലഭിച്ചു. നാവായിക്കുളം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച BP മുരളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു. പ്രസിഡന്റ് V പ്രിയദർശിനി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BP മുരളി 15 വോട്ടുകൾ നേടി. മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഈ മാസം 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടന്നു. മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ഷോ മിയാക്കി സംവിധാനം ചെയ്ത 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് സ്വന്തമാക്കി. നവാഗത സംവിധാനത്തിനുള്ള രജത ചകോരം ഷാഡോ ബോക്സ് സംവിധാനം ചെയ്ത തനുശ്രീ ദാസും സൗമ്യാനന്ദ ഷാഹിയും നേടി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ സയ്യിദ് മിർസയെ ആദരിച്ചു. മൗറിത്തേനിയൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക് മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു. ചലച്ചിത്രമേളയിലെ സമഗ്ര കവറേജിനുള്ള ശ്രവ്യമാധ്യമ പുരസ്കാരം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനും സമഗ്ര കവറേജിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം ദൂരദർശൻ കേന്ദ്രത്തിനും ലഭിച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിനായി വസന്തോത്സവം 2025 തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമായി. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നാണ് വസന്തോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത മാസം 4 വരെ നടക്കുന്ന വസന്തോത്സവത്തോടനുബന്ധിച്ച് 70 ദിനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. മത്സര വിഭാഗത്തിൽ ഏകദേശം 15,000 ചെടികൾക്ക് പുറമെ 25,000-ലധികം പൂച്ചെടികളും ഉണ്ട്. പുഷ്പോത്സവം ക്യൂറേറ്റ് ചെയ്യുന്നത് പാലോട് ബൊട്ടാണിക് ഗാർഡനാണ്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.